ഹലോ. ഇന്ന് മൊത്തം ഡിസപ്പോയിൻമെൻറ്റ് റിയാക്ഷൻ കേട്ടിട്ട് എമ്പുരാൻ ഇറങ്ങി. ഇന്ന് ശരിക്കും 27th ഞാനിത് 2 days കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് ദിസ് ഇസ് വാട്ട് ആക്ച്വലി ഹാപ്പൻ ടുഡേ. പടം ഇറങ്ങി ഷോ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും അത്ര നല്ല അഭിപ്രായങ്ങളല്ല പറയുന്നത്. സോ ഞാനൊക്കെ ആണെങ്കിൽ ഷോ ബുക്ക് ചെയ്ത് ഐമാക്സിലൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുക. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല, അത് വേറെ പോയിന്റ്. ഞാൻ പല ആൾക്കാരും കൊള്ളില്ല എന്ന് പറയുന്ന പടങ്ങൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്കിഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് അതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സൊക്കെ ആയിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ചില തെലുങ്ക് പടമൊക്കെ കൊള്ളൂല എന്ന് നമ്മുടെ നാട്ടുകാർ പറഞ്ഞ സാധനമൊക്കെ ചിലപ്പോൾ ഞാൻ ഇരുന്ന് കണ്ടിട്ട് കിടിലോ എന്നൊക്കെ കൊണ്ട് ഗൂസ് ബംസ് ഒക്കെ വന്നിരുന്നിട്ടൊക്കെ ഉണ്ട്. ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും ഞാൻ. പക്ഷേ ഇന്നൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് സാറ്റർഡേ ആണ് കാണാൻ പറ്റുള്ളൂ. സാറ്റർഡേ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. സാറ്റർഡേ ആകുമ്പോഴേക്കും ഇതേപോലെ കുറേ റിവ്യൂകൾ കുറേ ഇങ്ങനെ വരും. എന്നിട്ട് പടം പോരാ, ആവറേജ്, അത് ഇതെന്നും പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വരും. ഇതൊക്കെ വന്നിട്ട് നമ്മൾ നെഗ്ഗടിയത് വളരെ കൂളായിട്ട് പോയിരുന്നു പടം കാണുക. അത് ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന് കാണുകയും വേണം. എല്ലാവർക്കും ആ ദിവസത്തെ ആ ടൈമിൽ ഫ്രീ അല്ലെന്ന് തോന്നുന്നു എല്ലാവരും. എന്താ ചെയ്യുക? അങ്ങനെ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് എമ്പുരാൻ്റെ കേസിൽ. പക്ഷെ അത് ചെയ്യുന്നില്ല. നമ്മൾ കേട്ടപ്പോൾ ആൾക്കാർ പ്രതീക്ഷിച്ച, അതായത് ഇത്രയും വലിയ സംഭവമായിട്ട് പറയുമ്പോൾ ഹൈപ്പിൻ്റെ അത്രയും ഹൈപ്പ് കയറിയപ്പോൾ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷിച്ച് കാണും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് എത്താത്തതായിരിക്കും പറ്റിയത്. ശരിയോ? അതുകൊണ്ട് ഞാനൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. ഞാനിത് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കേട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ സമയം പോയി. പിന്നെ ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ഫുഡ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഇരിപ്പുണ്ട്. അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. രാവിലെ എണീച്ച് ഒരു പൊറോട്ട ഉണ്ടായിരുന്നു, ഫ്രോസൺ എടുത്ത് ഞാൻ ചൂടാക്കി അതിൻ്റെ അകത്ത് കുറച്ച് ചിക്കൻ കറി വെച്ച് കഴിച്ചു. ബാക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്നപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് അറിയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. ഇന്ന് വളരെ വിഷമിച്ച് സങ്കടത്തോടുകൂടി പണിക്ക് പോകേണ്ടിയിരിക്കുന്നു. സന്തോഷിക്കാൻ പറ്റിയ വേറെ ഒന്നുണ്ട്. അവിടെ കുറച്ച് മോഹൻലാൽ ഫാൻസ് ഉണ്ട്. മോഹൻലാൽ ഫാൻസിൻ്റെ പ്രത്യേകത, പടം ഇറങ്ങുന്നതിന് മുമ്പ് വൻ തള്ളി അങ്ങോട്ട് ചത്ത് ഡൈ ഹാർട്ട് ഫാൻസാണ് അമ്മാര് തള്ളൊക്കെ തള്ളിയിടും. അപ്പം അങ്ങനെ തള്ളിയേക്കണ കുറച്ച് പേരുണ്ട്. അമ്മാരെന്താ മല മറിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതും പറഞ്ഞിട്ട് പടം ചിലപ്പോൾ നല്ലതായിരിക്കും, ഇത് എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമായിരിക്കും. എന്നാലും ഇവന്മാരെ കുറച്ച് നേരം തള്ളി അടിച്ചിരുത്താം ഈ കേസും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ സന്തോഷിച്ച് പോകാം. പക്ഷെ പടം അത്ര സെറ്റപ്പ് ആവാത്തത്, മീൻസ് ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആണ്. ഞാൻ കണ്ടുനോക്കിയിട്ട് പറയാം ശരിക്കും അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് ഞാനപ്പോൾ പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതായിരിക്കും. ആൾക്കാർക്ക് എല്ലാവരെയും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലർ പ്രതീക്ഷിക്കുന്നത് വേറെ ലെവലായി, മീൻസ് മുമ്പ് കണ്ടേക്കുന്ന പടമൊക്കെ വെച്ചിട്ടായിരിക്കും പലരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം എന്നില്ല. എല്ലാവരും പടം പിടിക്കുമ്പോൾ ഒരേ മോഡിലിരിക്കണം എന്നില്ല. ഓരോരുത്തർക്കും ഒരേ രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. അപ്പോൾ അതേപോലെ വ്യത്യാസം വരുന്നതായിരിക്കും. നോട്ട് എ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഞാൻ ശനിയാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് പറയാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം അപ്പോൾ ഇങ്ങനെ പോയി. ഞാൻ കുറച്ച് ജോലി സ്ഥലത്ത് ചെന്ന് സന്തോഷം ആവട്ടെ, ഞാൻ കുറച്ച് പേരെ കളിയാക്കിയെങ്കിലും അങ്ങനെയെങ്കിലും എൻ്റെ ഡോപ്പമിൻ ഉയരട്ടെ. അപ്പോൾ ശരി, നാളെ പകലാം. ഓക്കെ, ബൈ.